ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് വിങ്ക ചെടിയെ നമ്മുടെ വീട്ടുമുറ്റത്ത് ഇതുപോലെ ഡിഫറെൻറ്റ് കളേഴ്സിൽ എങ്ങനെ വളർത്തിയെടുക്കാമെന്നാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഈ ഒരു പ്ലാന്റ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് മുടങ്ങാതെ എല്ലാ ദിവസവും തന്നെ ഇതുപോലെ നിറയെ പൂക്കളിട്ട് നിൽക്കുന്നൊരു പൂച്ചെടിയാട്ടോ. അതുകൊണ്ട് തന്നെ മഴക്കാലം എന്നില്ല വേനൽക്കാലം എന്നില്ല എപ്പോഴും നിറയെ പൂക്കൾ ഇതുപോലെ ഉണ്ടാവും. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഈ ഒരു വിങ്ക ചെടി ഒരു തൈയിൽ നിന്നാണ് ഇതുപോലെ നല്ല ബുഷിയായിട്ട് നമ്മൾ വളർത്തിയെടുത്തേക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ വളർത്തിയെടുത്തതെന്ന് നോക്കാം. അതിനു മുന്നേ നമ്മളിതിൻ്റെ വിത്ത് എടുക്കുന്നത് കണ്ടോ, ഈ ഇലയുടെ ഇടയിലായിട്ട് കാണുന്ന ഇതാണ്ടോ ഈ ഒരു ചെടിയുടെ വിത്തായിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ആ ഒരു വിത്തിനെ നമ്മൾ നന്നായിട്ട് അത് മൂത്ത് കഴിയുമ്പോൾ ചെറിയൊരു ലൈറ്റ് യെല്ലോ കളർ വരും. അപ്പോഴാണ് നമ്മൾ ആ വിത്ത് നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ ഞാൻ കാട്ടിത്തരാം. കണ്ടോ, നേരത്തെ നമ്മൾ കണ്ടത് മൂത്തിട്ടുണ്ട്, ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ആ ഒരു ഗ്രീൻ കളർ മാറി യെല്ലോ കളർ വന്നിട്ടുണ്ട്. ഈ ചെടിയിൽ ഇത്രയും പൂക്കളൊക്കെ ഒത്തിരി തണ്ടുകളൊക്കെ ആയിട്ട് വലുതായി കഴിയുമ്പോൾ അതിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഇതുപോലെ സപ്പോർട്ടിന് ഇതുപോലെ ഒരു കമ്പോ എന്തെങ്കിലും സപ്പോർട്ട് ചെയ്ത് കൊടുക്കാനാണ്. അത് കെട്ടിക്കൊടുക്കുക. അല്ലെങ്കിൽ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ അത് തല്ലിപ്പോവും, ഒടിഞ്ഞു പോകാൻ ചാൻസ് കൂടുതൽ. കാരണം ഒന്നാമത്തെ ഒത്തിരി ഫ്ലവേഴ്സാണ്. അപ്പോൾ അതിൻ്റെ ആ വെയിറ്റും കൂടി ഇടുമ്പോൾ അത് ഒടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അടുത്ത ഷെയ്ഡ് എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. അപ്പോൾ നേരത്തെ ഒത്തിരി വിങ്ക പ്ലാന്റ് ഇവിടെ നട്ടിരുന്നതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് പുതിയ പുതിയ തൈകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മുളച്ച് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഏത് ഫ്ലവേഴ്സാണ് ഉണ്ടാവണേന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കാണുന്നതാണെങ്കിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത്. നല്ലൊരു ഭംഗിയായിട്ട് തിക്കായിട്ട് ഇങ്ങനെ ഉണ്ടായി നിൽക്കും. അപ്പോൾ ഒത്തിരി ഡിഫറെൻറ്റ് കളേഴ്സ് കിട്ടാൻ വേണ്ടി ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ എപ്പോഴും ഈ ഒരു ഏരിയ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് വിങ്ക പ്ലാന്റിനെ. അപ്പോൾ അവിടെ തന്നെ നമ്മൾ ഈ വിത്ത് പാകിയിട്ട് കൊടുക്കുകയും ചെയ്യും. ഉണ്ടാവുന്ന കളേഴ്സിനൊക്കെ ഒരുമിച്ച് നട്ടു കൊടുക്കുകയും ചെയ്യും. അപ്പോൾ അവർ ഒരുമിച്ച് ഉണ്ടാവുമ്പോൾ അതിൽ നിന്നും പുതിയ കളേഴ്സ് ഉണ്ടാവും. അപ്പോൾ നമുക്കറിയാം പ്രാണികളും എല്ലാം വരുമ്പോൾ പരാഗണം നടന്ന് പുതിയ പുതിയ കളേഴ്സ് അവിടെ തന്നെ ഉണ്ടാവും. അല്ലാതെ നമ്മൾ എക്സ്ട്രാ നമ്മൾ വേറെ കളക്ട് ചെയ്ത് എവിടെ നിന്ന് ഉണ്ടാക്കുന്നതല്ല. ഇതിങ്ങനെ ഒരുമിച്ച് നട്ടു കൊടുക്കുക കേട്ടോ. ഒരുമിച്ച് ഏതൊക്കെയുണ്ടോ ആ കളേഴ്സ് ഒരുമിച്ച് നട്ടു കൊടുക്കുമ്പോൾ പിന്നെ അതിൻ്റെ ഷെയ്ഡ് വേറെ പുതിയത് അതിൻ്റെ കൂടെ തന്നെ വേറെ വന്നോളും. അപ്പോൾ ഒന്ന് രണ്ട് ചെറിയ മഴ കിട്ടിയപ്പോഴേക്കും മുറ്റത്തേക്ക് നിറയെ വിങ്ക പ്ലാന്റിൻ്റെ ചെടികൾ പുതിയത് മുളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ചെടിച്ചട്ടിയിൽ തന്നെ കണ്ടോ പുതിയ തൈകളൊക്കെ മുളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഒത്തിരി ഇനിയും ഷെയ്ഡുകൾ ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് കിട്ടാനുണ്ട്. ഇപ്പോൾ ഇതൊക്കെ പുതിയ ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഇനിയും ഷെയ്ഡുകൾ വരുമ്പോൾ പുതിയ പുതിയ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തേക്കാം. ഇതിൽ നിറയെ പൂക്കൾ ഇതുപോലെ ഇടണമെങ്കിൽ നല്ല സൺലൈറ്റ് ഇടുന്ന സ്ഥലത്ത് വേണം കേട്ടോ ഇതിനെ നട്ടു കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ വാട്ടറിങ് മസ്റ്റാണ്. കാരണം ഒരു ദിവസമൊക്കെ നല്ല വെയിലുള്ള ദിവസം നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചില്ലെങ്കിൽ ഇത് വേഗം വാടിപ്പോകും. കാരണം അത്രയും സൺലൈറ്റ് ഉള്ള സ്ഥലത്താണ് നമ്മൾ ഇതിനെ നട്ടു കൊടുത്തേക്കുന്നത്. ഈ ഒരു പ്ലാന്റിന് നമ്മൾ എങ്ങനെയാണ് ബുഷിയായിട്ട് ഒരു തൈയിൽ നിന്ന് ഇങ്ങനെ വളർത്തിയെടുക്കുന്നതെന്ന് വെച്ചാൽ ചിലതൊക്കെ താനെ ബുഷിയായിട്ട് വന്നോളും. പക്ഷെ ചിലത് അങ്ങനെ വന്നില്ലെങ്കിൽ നമ്മളൊന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് നിർത്താറുണ്ട്. അപ്പോൾ പുതിയ പുതിയ ചെനപ്പുകൾ വരുന്ന അനുസരിച്ച് അതിങ്ങനെ ബുഷിയായിട്ട് വന്നോളും. അങ്ങനെയാണ് നമ്മൾ വളർത്തി കൊടുക്കാറ്. അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ കുറച്ചും കൂടി ഭംഗിയായിട്ട് ഒറ്റയ്ക്ക് അങ്ങനെ നേരെ പോണേക്കാളും നല്ലത് ഇങ്ങനെ തിക്കിൽ വരുമ്പോൾ ആ പൂക്കളിട്ടേക്കുമ്പോൾ കുറച്ചും കൂടി ഭംഗി കിട്ടണേ. അപ്പോൾ എല്ലാവർക്കും തന്നെ വിങ്ക ചെടിയുടെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പുതിയ ചെടികളുടെ വിശേഷമായി അടുത്ത വീഡിയോയിൽ കാണാം.